തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. സ്കൂളിന്റെ ഭരണം സർക്കാർ ഏറ്റെടുത്തു. സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിലാണ് സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മിഥുൻ കേരളത്തിന്റെ മകനാണെന്നും ഭാവിയിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി എം മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയത്. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. സ്കൂളിന്റെ ഭരണം സർക്കാർ ഏറ്റെടുത്തു. ഭരണ ചുമതല കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി. സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. മിഥുൻ കേരളത്തിന്റെ മകനാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് മേയിൽ പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടിയെടുക്കും. ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ളയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായും പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ സെല്ലിനെ സമീപിക്കാമെന്നും മന്ത്രി അറിയിച്ചു. കേരള വിദ്യാഭ്യാസ നിയമം അധ്യായം 3 ചട്ടം 7 പ്രകാരം ശ്രീ ആർ തുളസീധരൻ പിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനായി തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ്. മിഥുൻ കേരളത്തിൻ്റെ മകനാണ്. മിഥുൻ്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖാന്തരം വീട് വെച്ച് നൽകുന്നതിനും അടിയന്തര താൽക്കാലിക ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ PD അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. KSEB 5 ലക്ഷം രൂപ ധനസഹായമായി കൈമാറിക്കഴിഞ്ഞു. 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനയായ KSTA 10 ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും. മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിന് ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ PD അക്കൗണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. KSEB 5 ലക്ഷം രൂപ ധനസഹായമായി കൈമാറി. 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനയായ KSTA 10 ലക്ഷം രൂപയുടെ സഹായം ഉടൻ കൈമാറും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ജൂലൈ 17 രാവിലെയാണ് സ്കൂളിന് മുന്നിലെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി താഴ്ന്നുകിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചത്. സംഭവത്തിൽ സ്കൂൾ മാനേജർ, പ്രഥമാധ്യാപിക, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതിയാക്കി ശാസ്താംകോട്ട പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.